പത്തനംതിട്ട ആങ്ങമൂഴിയിൽ പാറയിടിഞ്ഞ് വീട്ടമ്മ മരിച്ച പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിൽ. വലിയ ദുരന്തമുണ്ടായതെന്ന് ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു. പത്മകുമാരി അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സീതത്തോട് ആങ്ങമൂഴിയിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് ഇന്നലെ വൈകുന്നേരത്ത് ഒരു പാറ ഇടിഞ്ഞു വീണു. ശക്തമായ മഴയായിരുന്നു. അത് അവരുടെ അമ്മയും അതുപോലെ തന്നെ കൊച്ചുമക്കളും അടക്കം 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ചായ തിളപ്പിക്കാനായി അടുക്കള ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത്. സെക്കൻഡുകൾക്കകം തന്നെ ഈ പാറ വന്ന് പതിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ തന്നെ അവിടെ മരണം സംഭവിക്കുകയായിരുന്നു. എന്നാലും പത്മകുമാരിയുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് കോന്നി താലൂക്ക് ആശുപത്രിയിലാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന അറിയിച്ചിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ വലിയൊരു ദുരന്തം മുഖത്ത് തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും ഉള്ളത്. കാരണം ഈ പാറക്കഷ്ണങ്ങളാൽ ഈ പറയുന്നത് പോലെ കൂടിക്കിടക്കുന്ന മേഖലയാണ് ഈ പ്രദേശം. ഇതിന് തൊട്ടപ്പുറത്ത് ഇത് വനഭൂമിയല്ല, തൊട്ട് മുകളിൽ അപ്പുറത്തേക്ക് വനഭൂമിയുണ്ട്. ആ മേഖലയിലൊക്കെ പാറക്കഷ്ണങ്ങളുണ്ട്. വർഷങ്ങളായി ഈ പ്രദേശത്ത് താമസിച്ചു വരുന്ന ആളുകളാണ് ഇവരെല്ലാം. എനിക്ക് ഞാൻ ഓർമ്മയായപ്പോൾ മുതൽ ഇവിടെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് 60-62 വയസ്സായി. ഇതെങ്ങനെ സംഭവം നടന്നെന്ന് ചേട്ടൻ ഉണ്ടായിരുന്നു പ്രദേശത്ത്? അന്നേരം ഇത് സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒന്ന് വീട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഞങ്ങളെല്ലാം കൂടി വരുന്നത്. പിള്ളേരുടെ കരച്ചിലും കാര്യങ്ങളും എല്ലാം കേട്ടത്. അങ്ങനെ ഞങ്ങൾ ഓടി വരുന്നത്. അന്നേരവും ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. കറണ്ടില്ലായിരുന്നു. കറണ്ട് പോയി. ഈ കാറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് പോയി. ചേച്ചി മാത്രം അവിടെ നിന്ന് പാചകം ചെയ്യുമായിരുന്നു. അമ്മയൊക്കെ പ്രായമുള്ള ആളാണ്. പിന്നെ ആ ചേച്ചിയുടെ 2 മക്കളും അവരുടെ 2 കൊച്ചുമക്കളും അവർ അവിടെ അങ്ങനെ മുറി ചെയ്യുകയാണെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ ഇപ്പം രാവിലെ വന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ സൗണ്ട് കേട്ടുകൊണ്ട് പിള്ളേർ നോക്കിയപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ഇങ്ങനെ ചേച്ചി അപ്പം തന്നെ മരിച്ചിരുന്നു അല്ലേ? അപ്പം തന്നെ അനക്കമില്ലെന്നാണ് പറയുന്നത്. അനക്കമില്ലായിരുന്നു, കൊണ്ടുപോകുന്ന അനക്കില്ല. പറയുന്നത് വലിയ ദുരന്തമാണ്. ഈ വീട് നന്നാക്കാനൊക്കെ ഇനി വലിയ പണം നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് ആവശ്യമായിട്ടുണ്ട്. ഒരു ഭാഗം പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു. കോന്നി എം.എൽ.എ. ജിനീഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഇന്നലെ ഇങ്ങോട്ട് വന്ന് ഇവരെ കണ്ട് കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് അടക്കം കടന്നിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് ധനസഹായം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് എം.എൽ.എയും രാവിലെ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെയായിരിക്കും പത്മകുമാരിയുടെ സംസ്കാരം നടക്കുക. 58 വയസ്സാണ് പത്മകുമാരിക്ക്. നിതീഷ് മാടമ്പശ്ശേരിക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.